അയ്യപ്പ ശരണം. ചില വിജയങ്ങളാണ് എന്ന് ഉദ്ഘോഷിക്കപ്പെടുമ്പോൾ, ആഘോഷിക്കപ്പെടുമ്പോൾ, ചിലത് പരാജയമാണ് എന്ന് കരുതി നിരാശപ്പെടുമ്പോൾ അതിനുള്ള ആവശ്യമുണ്ടോ? കോപ്പി അടിച്ച് പാസ്സായത് വിജയമാണോ എന്ന് ചോദിക്കാൻ തുല്യമാണ്. ഈ ഓടിളക്കി കള്ളൻ വീട്ടിനകത്ത് കയറുന്ന പോലെയാണ്. ഗൃഹനായകൻ ഉറങ്ങുന്ന സമയത്ത് ഓടിളക്കിയിട്ട് കള്ളനകത്ത് കടന്നാൽ അത് കള്ളൻ്റെ വിജയമല്ല, മറിച്ച് നന്മയുടെ പരാജയമാണ്. അനുഷ്ഠാനത്തിനും ആചാരത്തിനും ലംഘനം വരുമ്പോൾ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന വേദനയ്ക്ക് ഈ പുണ്യാഹം പോരാ. അതുകൊണ്ട് അത് ഉണ്ടാക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഓരോ കമൻറ്റും നമ്മുടെ ഹൃദയത്തിൽ ഓരോ ആണിയായിട്ടാണ് വന്ന് തറയ്ക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ ശുദ്ധി തകർക്കുന്നതാണ് നവോത്ഥാനം എന്ന നിലയിലേക്ക് നമ്മുടെ നവോത്ഥാനം പരിമിതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് നവോത്ഥാനത്തിൻ്റെ ഗതികേട് എന്ന് പറയേ നിവൃത്തിയുള്ളൂ. അതിലൊന്നും ആഘോഷിക്കത്തക്ക ഒന്നുമില്ല. അതിൽ നമുക്ക് യാതൊരു പരാജയമില്ല. നമ്മൾ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇവിടെ നമ്മൾ നിർത്താൻ തയ്യാറാണ്. ഇവിടെ നമ്മൾ നിർത്താമെന്ന് കരുതിയാലാണ്, തോറ്റുപോയെന്ന് നമ്മൾ വിചാരിച്ചാലാണ്, പിന്തിരിയാൻ നമ്മൾ തയ്യാറായാലാണ്, അവിടെയാണ് നമ്മൾ ശരിക്കും തോക്കുക. അതായിരിക്കും അവരുടെ വിജയം. സാധാരണ ഭക്തരായ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആചാരലംഘനം അതിനൊരു പരിഹാരക്രമം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനാകുന്നു. പക്ഷേ സ്ത്രീകൾ പ്രവേശിച്ചത് കൊണ്ട് അശുദ്ധി ഉണ്ടാകുന്നു. ആ അശുദ്ധിക്ക് ഒരു ശുദ്ധികർമ്മം എന്ന് പറയുന്നിടത്ത്, ഈ ഒരു അശുദ്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്നിടത്ത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഉമ മാഡം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അശുദ്ധി എന്നുള്ള വാക്ക്, ശുദ്ധ അശുദ്ധങ്ങൾ എവിടെയാണ് നമുക്ക് ശരിക്കും ഒരു ശുദ്ധാശുദ്ധങ്ങൾ നിശ്ചയിക്കുന്നത്? ഒരു വ്യക്തിയുടെ ശരീരഗതമായിട്ടാണ്, അല്ലേ? അല്ലാത്ത ഒരു ചൈതന്യം എന്ന് പറയുന്ന ശക്തിക്ക് അശുദ്ധങ്ങളോ ശുദ്ധങ്ങളോ ബാധകമല്ല. ഒരു സ്ത്രീക്ക് അശുദ്ധി എന്താണ്? ശബരിമല ഒരു പ്രതിഷ്ഠ. സാർ ഇരിക്കുമ്പം എനിക്ക് പറയാമോ എന്ന് അറിഞ്ഞൂടെങ്കിലും ഞാൻ അറിയുന്ന എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്. തൻ്റെ പ്രാണശക്തിയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് തന്ത്രി ഒരു വിഗ്രഹത്തിലോട്ട് തൻ്റെ ആത്മചൈതന്യത്തെ ആവാഹിച്ച് ഷഡാധാരങ്ങൾ, ഒരു വ്യക്തി എങ്ങനെയാണോ അതേ ആധാരങ്ങളോടുകൂടി ഒരു ശിലയെ ഒരു ദൈവിക ചൈതന്യം, അതായത് ശിലയിലോട്ട് ആവാഹിക്കാൻ പറ്റാത്ത നിർഗുണ പരബ്രഹ്മ വസ്തുവായിട്ടുള്ള ആ ചൈതന്യത്തിനെ ത്രിഗുണാത്മികമായിട്ട്, ത്രിഗുണങ്ങൾക്ക് അധീനമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് പ്രതിഷ്ഠ ചെയ്യുന്നു. പ്രതിഷ്ഠ ചെയ്യുമ്പം ആ ദേവന് ഒരു മനുഷ്യൻ്റെ രൂപം കൈവരുന്നു. ആ മനുഷ്യന്, ആ ദേവതയ്ക്ക് ഒരു നാട്ടിനെ അല്ലെങ്കിൽ ഒരു ജനതയെ രക്ഷിക്കാനുള്ള ഒരു ചുമതല തന്ത്രി കൊടുക്കുന്നു. അപ്പം എന്താണ്, യാതൊരു നിയമങ്ങളും ഇല്ലാതിരുന്ന എല്ലായിടത്തും സർവ്വവ്യാപിയായ ചൈതന്യത്തിന് ഒരു വ്യക്തി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിന് ആ ചില ആചാരങ്ങൾക്ക്, അതായത് ഒരു ആചാരങ്ങൾക്കും അതീതമായിട്ടുള്ള ശക്തി ആചാരങ്ങൾക്ക് വിധേയം, അതായത് പരചൈതന്യം ശിവചൈതന്യം ജീവനായി മാറുമ്പോൾ ചില നിയമങ്ങൾ ബാധകമാണ്. ശുദ്ധി അശുദ്ധി എല്ലാം. നമ്മളെ പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചശുദ്ധികളുണ്ട്. ഒരു പുഷ്പം, എന്തുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യം, എന്തുകൊണ്ട് പഞ്ചശുദ്ധി പാലിക്കുന്നു? ഒരു പാലം കുളിച്ചിട്ട് വരുന്നു, നമ്മൾ എന്ത് കൊടുക്കും? നൈവേദ്യം കൊടുക്കുമ്പോൾ ശുദ്ധമായി കൊടുക്കുന്നു. സുഗന്ധപൂരിതമായ വസ്തുക്കളാണ് നമ്മൾ ദേവന് കൊടുക്കുന്നത്, ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്. ആ ദേവന് നമ്മളെപ്പോലെ ഒരു രക്തമാംസാദികളായിട്ടുള്ള ഒരു ശരീരമില്ല. നമ്മൾ കൊടുക്കുന്നത് ചൈതന്യത്തിനാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് ആ ശുദ്ധമായിട്ടുള്ള ഗന്ധം സമർപ്പയാമി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ശുദ്ധമായിട്ടുള്ള ചൈതന്യത്തിന് ശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ക്ഷേത്രം ആ ഒരു ചൈതന്യം ആവാഹിക്കുമ്പോൾ എന്തൊക്കെയാണോ തന്ത്രി നിയന്ത്രണ വിധേയമായിട്ട് ഈ പഞ്ചശുദ്ധികൾ പാലിക്കാൻ അവിടെ എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നോ അതെല്ലാം പരിപാലിക്കാൻ ഓരോ വ്യക്തിയും അവിടെ പോകുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ബാധ്യതയുണ്ട്. അവിടുത്തെ ശുദ്ധത്തെ അശുദ്ധമാക്കാൻ ബാക്കിയുള്ളവർക്ക് അത് അവരവിടെ പോകാതിരുന്നപ്പോൾ ഒരു ക്ഷേത്രത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ തൻ്റെ വീട്ടിലിരുന്ന് ആരാധിക്കാമല്ലോ. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ശബരിമലയ്ക്ക് ആ ഇരിക്കുന്ന ചൈതന്യം ഏത് രീതിയിലാണോ ആ ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കാൻ ഓരോ കേരളീയനും സംസ്ഥാനക്കാർ ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടി നമ്മളിവിടെ ജനിച്ചു എന്നുള്ള ആ അഭിമാനം കൊണ്ട് കേരളത്തിൽ ജനിച്ച ഓരോ കേരളീയനായിട്ടുള്ള നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നണം. നമ്മൾ വേണം അത് പരിപാവനമായി കാണുക. അല്ല കുറേ ആളുകളുടെ ഞാൻ എപ്പോഴും ഒരു സെൻറ്റൻസ് ഭഗവാൻ പറഞ്ഞ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ഏത് യുഗത്തിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കിടന്ന് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഈ യുഗപുരുഷനായിട്ട് നമ്മുടെ ആത്മീയ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചം വ്യാപിച്ച് കിടക്കുന്നത്. ആ ചൈതന്യത്തിൽ നിന്നുള്ളൊരു ശക്തി അയ്യപ്പനായാലും ശിവനായാലും ദേവിയായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് പുരാണത്തിൽ നോക്കിയാലും ഒരു ആസുരിക ശക്തികൾ വർദ്ധിക്കുമ്പോൾ ഒരു മഹിഷാസുരനെ കൊല്ലാൻ ഒരു ദേവി ആവിർഭവിച്ചു, ഒരു കംസനെ കൊല്ലാൻ ഒരു ശ്രീകൃഷ്ണൻ, ഒരു ഹിരണ്യകശിപുവിനെ കൊല്ലാൻ ഒരു പ്രഹ്ലാദനായ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സാമീപ്യത്തിൽ നരസിംഹം വന്നു. അതുപോലെ കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പ
അയ്യപ്പൻ ഇരിക്കുമ്പോൾ നമ്മളെന്താ പ്രകൃതി ശക്തി തന്നെ ഈ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്ന ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നമ്മൾ. നമ്മുടെ ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ധർമ്മപരമായിട്ടുള്ളൊരു ജീവിതം നമ്മൾ കൊണ്ടുപോവുക. ഇതിലൊന്നും നമ്മുടെ മനസ്സ് വേവലാതിപ്പെടാതെ എന്താണോ ഒരാൾ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോകേണ്ട സ്ഥലമല്ല, സമൂഹമാണ് അവിടെ. എന്താണോ അവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ആചാര ലംഘനം നടത്തിയല്ല നമ്മൾ സന്തോഷിക്കേണ്ടതും. ഒരു സ്ത്രീ കയറി സ്ത്രീക്ക് അശുദ്ധിയുണ്ട് ഇതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. ആത്മശുദ്ധിയുള്ള ഏത് വ്യക്തിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് കയറാനുള്ള സ്വാതന്ത്ര്യം അത് പരിപാലിക്കപ്പെടേണ്ടത് ഓരോ ഭക്തൻ്റെയും ഓരോ വ്യക്തിയുടെയും കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ലൊരു മറുപടിയാണത്. ഇനി അവിടെ നിന്ന് നേരെ അങ്ങയിലേക്ക് വരാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരങ്ങൾക്ക് അവതാരപുരുഷൻ യുഗപുരുഷൻ മറുപടി നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാലഘട്ടത്തിന് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കാൻ പറ്റുന്നൊരു സമയമാണോ? പുണ്യാഹം അതിൻ്റെ മന്ത്രവും പോലീസ് സാർ പറയണ്ടേ. അഥർവവേദത്തിൽ ശബ്ദാദി ഋഷി ജലത്തെ പ്രാണനായി കൽപ്പിച്ചിരിക്കുന്നു. ആപോ വൈ പ്രാണ എന്നാണ് പ്രമാണം. അതുകൊണ്ട് ജലം പ്രോക്ഷിക്കുന്നിടത്തെല്ലാം പ്രാണപ്രോക്ഷണം നടക്കുന്നു എന്ന് കൽപ്പിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ അന്തരീക്ഷ മണ്ഡലത്തിൽ ശുദ്ധി ഉണ്ടാകുന്നു എന്ന് ധരിക്കുന്നതിലും അബദ്ധമില്ല. സന്നിധാനത്തെ സംബന്ധിച്ച്, ശബരിമലയെ സംബന്ധിച്ച് അവിടെ യുവതീ പ്രവേശനം ഉണ്ടാകുമ്പോൾ അവിടെ അന്തരീക്ഷ മണ്ഡലത്തിൽ സംജാതമാകാനിടയുള്ള ഊർജ തരംഗങ്ങളുടെ വിപരീത സ്വഭാവം പരിഗണിക്കേണ്ടതുണ്ട്. ഊർജ തരംഗങ്ങളുടെ വിപരീത സ്വഭാവം എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ഇന്ന് കാണുന്നത് പോലെ എല്ലാ മലയാള മാസം 1-ാം തീയതിയും നട തുറന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല. ഏത് കാലത്താണ് ശബരിമലയിൽ നട തുറന്നിരുന്നത്? അത് വൃശ്ചിക മാസം, മകരമാസം എന്നിങ്ങനെയായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പരിശോധിക്കണം. ആ പ്രത്യേകത ദക്ഷിണായനത്തിൽ നിന്ന് സൂര്യൻ ഉത്തരായനത്തിലേക്ക് സംക്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദക്ഷിണായനവും ഉത്തരായനവും എന്താണ് എന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഭാരതത്തിലെ എണ്ണം പറഞ്ഞ മഹാഗ്രന്ഥങ്ങളിൽ 2 രാമായണവും മഹാഭാരതവും 2 സൂര്യായനങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. നമ്മൾ കാണുന്ന പഠിക്കുന്ന രീതികളിൽ നിന്ന് അല്പമൊന്ന് മാറി ചിന്തിച്ചാൽ ശ്രീരാമചന്ദ്രൻ്റെ തെക്കോട്ടുള്ള യാത്ര പരമപ്രധാനമാണ്. അത് സൂര്യവംശതിലകമായ രാമൻ്റെ സഞ്ചാരമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കുംഭകർണൻ കുംഭം രാശിയുടെ കർണമായ ഔട്ടം നക്ഷത്രവും രാവണൻ ആയില്യവുമായി മാറും. ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ശബരിമലയിലെ ആചാരക്രമങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ അയനമാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് സൂര്യമാസം, ചന്ദ്രമാസം എന്നിങ്ങനെയുള്ള സങ്കല്പന വിശേഷങ്ങളിൽ അവിടെ മണ്ഡലക്കാലത്തെ വ്രതവും നിബന്ധിച്ചിരിക്കുന്നത്. അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ വേണം, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, തീണ്ടാരിയായ സ്ത്രീയെ എങ്ങനെയാണോ തീണ്ടാരിപ്പുരകളിൽ സംരക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ പലവിധ ആചാരങ്ങളാൽ നിബദ്ധമായ ഒരു പ്രദേശമാണ് ഇന്ന് ശബരിമല വനാന്തരം എന്ന് പറയുന്ന പ്രദേശമെന്നും അറിയേണ്ടതുണ്ട്. പ്രാചീനതയിൽ അവിടം വനപ്രദേശമായിരുന്നില്ല. ഗോദ്രസയിൽ നിന്ന് കാഞ്ചീപുരം വഴി നിലയ്ക്കലേക്കും നിലയ്ക്കലിൽ നിന്ന് മഹോദയപുരത്തേക്കും ഉണ്ടായിരുന്ന ഒരു വഴിത്താരയുണ്ട്. രാജപഥമെന്ന് വേണമെന്ന് വിളിച്ചാലും തെറ്റില്ല. എന്ന് മാത്രമല്ല, നിലയ്ക്കലിൽ ഒരു സർവകലാശാല തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഗവി എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ന് വിനോദസഞ്ചാര ഭൂപടത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഗവനഹർഷിയുടെ ആവാസ കേന്ദ്രമായിരുന്നു. ഗവനനും ഭരദ്വാജനും ആരാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഭാരതീയ വൈമാനിക ശാസ്ത്രത്തിൻ്റെ പ്രണേതാക്കളായ മഹാഋഷീശ്വരന്മാരായിരുന്നു അവർ. എന്നു മാത്രമല്ല, അവരുടെ ഖേടമുരുട്ടിയ സ്ഥലം കുടമുരുട്ടിയായി എന്നറിയപ്പെടുന്നുമുണ്ട്. അത് വൈമാനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സൂര്യൻ്റെ അയനമാനങ്ങളുമായി ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു നവപാഷാണ വിഗ്രഹമായിരുന്നു ശബരിമലയിൽ പ്രതിഷ്ഠിതമായിരുന്നത്. അയ്യപ്പ ശരണം.
നവപാഷാണ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് സ്ത്രീകൾ ചെന്നാലുണ്ടാകുന്ന, അതിൽ പ്രത്യേകിച്ച് പ്രായം മാത്രമല്ല, പ്രായം ഒരു ഘടകമേ അല്ല, രജസ്വലയായ സ്ത്രീ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ അല്പം വാത്സ്യായനിലേക്ക് പോകേണ്ടി വരും. എങ്ങനെയാണ് ഗന്ധവതിയായിരിക്കുന്ന പൃഥ്വിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഗന്ധവതിയായിരിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും 4 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഘടകങ്ങൾ രജസ്വലയായ സ്ത്രീയിൽ നിന്നും വമിക്കുന്നതായ ഈ അന്തരീക്ഷത്തെ മലിനപ്പെടുത്താനിടയുള്ള പ്രതിഷ്ഠാമൂർത്തിയുടെ ചൈതന്യത്തിന് ലോപം വരുത്താനിടയുള്ള നവപാഷാണ പഞ്ചകങ്ങളെ മുഴുവൻ ധ്വംസിക്കാനിടയുള്ള കാരണങ്ങളെ ഇല്ലാതെയാക്കാൻ ഈ പ്രാണനാകുന്ന ആപസ് അവിടെ പ്രയോഗിക്കേണ്ടി വരും. ഉമാ മാഡം പറഞ്ഞൊരു വാക്കിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ശുദ്ധി എന്നത് ആത്മശുദ്ധി എന്ന് വ്യക്തമായി പറയണ്ടായി. അപ്പോൾ അശുദ്ധി സങ്കല്പം, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രജസ്വലയായ സ്ത്രീകളിൽ നിന്നാണ് അശുദ്ധിയുടെ സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ രജസ്വലയായ സ്ത്രീകളല്ലാത്ത യുവതികൾക്കും അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല തന്നല്ലോ. അപ്പോൾ ഈ അശുദ്ധി എന്ന പ്രയോഗത്തെ നമുക്ക് എങ്ങനെയാണ് ഒരു ഭക്തയായ സ്ത്രീക്ക് മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? അശുദ്ധി എന്നത് ഒരു താഴ്ന്ന പ്രയോഗമായി അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തുന്ന ഒരു പ്രയോഗമായി എനിക്ക് തോന്നരുതല്ലോ. അതുകൊണ്ടാണ് ഒന്നുകൂടി ചോദിക്കുന്നത്. ഭക്തകളായിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും താൻ മാറ്റി നിർത്തപ്പെട്ടു എന്ന തോന്നലുണ്ടായിട്ടില്ല. അങ്ങനെ തോന്നൽ ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിരുന്നുവെങ്കിൽ വളരെ പണ്ടേ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ ലംഘിച്ച് മറ്റൊരു രീതിയിലാക്കിയാണ്. ഞാൻ ഈ അശുദ്ധി എന്ന പദപ്രയോഗത്തിനെയാണ് അതെ, അതിലേക്കാണ് വരുന്നത്. അതായത് ആരും ആത്മാവിൻ്റെ തലത്തിൽ അശുദ്ധരല്ല. അത് വളരെ രസകരമായിട്ട് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി പറഞ്ഞു, കടലിലെ മത്സ്യത്തിന് നിയമങ്ങളില്ല, അതിന് ശുദ്ധാശുദ്ധം നോക്കേണ്ടതില്ല, ആഹാരം ആരും കൊടുക്കേണ്ടതില്ല. അതുപോലെയാണ് ഈശ്വരൻ പഞ്ചകൃത്യപരായണനായിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹാദികൾ ചെയ്യുന്ന ഈശ്വരൻ എന്ന പരമപുരുഷനെ കാണുമ്പോൾ അവിടെ ശുദ്ധാശുദ്ധങ്ങളില്ല. അതിനെ താന്ത്രിക വിധി പ്രകാരം അതിന് വ്യക്തിത്വം കൊടുക്കുകയാണ്. ഒരു ക്ഷേത്രത്തിലെ മൂർത്തി എന്ന് പറയുമ്പോൾ പരമാത്മാവിൻ്റെ വ്യക്തിത്വഭാവമാണ്, വ്യക്തിഭാവമാണ്. ആ വ്യക്തിഭാവത്തിന് നമുക്കുള്ളതുപോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇവിടെ തന്ത്രിയോ വിദ്യാസാഗറോ ശങ്കുട്ടിദാസോ കൽപ്പിച്ച അശുദ്ധിയല്ല, അയ്യപ്പൻ്റെ ഇച്ഛയാണ്. ഇത്രയും പ്രായത്തിലുള്ള ആളുകൾ ഈ കാനന ക്ഷേത്രത്തിലേക്ക് കഷ്ടപ്പെട്ട് വന്ന് എന്നെ ദർശിക്കണമെന്നില്ല. അയ്യപ്പ ക്ഷേത്രങ്ങൾ ആയിരക്കണക്കിനുണ്ട് ലോകമെമ്പാടും. അവിടെ എവിടെ വേണമെങ്കിലും ഏത് രജസ്വലയുടെ സമയത്ത് പോവില്ല, കാരണം ആചാരമുള്ള വീട്ടിൽ എല്ലാവർക്കും അറിയാം ആ സമയത്ത് ക്ഷേത്ര ദർശനം പതിവില്ല എന്നുള്ളതറിയാം. മാത്രവുമല്ല ആയുർവേദത്തിൽ പറയുന്നുമുണ്ട്, ഈ ക്ഷേത്ര ദർശനം മാത്രമല്ല കഠിനമായിട്ടുള്ള ഒരു ജോലിയും ആർത്തവ കാലത്ത് ചെയ്യരുത് എന്ന്. ഇന്നത്തെ വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ആർത്തവം, അത് മനസ്സിലാക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ആർത്തവം. ഈ ഉൽപ്പന്നങ്ങളുണ്ട്, അതായത് ഈ പറഞ്ഞ നാപ്കിനുകളുടെ ഉൽപ്പന്ന വ്യവസായ കേന്ദ്രീകൃതമായ ലോകത്ത് മതിൽ ചാടാനും ഓടാനും തലകുത്തി മറിയാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് നവോത്ഥാനമാണെന്ന് കരുതുന്ന കാലമാണ്. എന്നാൽ ആയുർവേദം പറയുന്നത് രജസ്വലയായി കഴിഞ്ഞാൽ ആ സമയത്ത് വിശ്രമിക്കണം പരിപൂർണമായിട്ടെന്നാണ്. അങ്ങനെ വിശ്രമിച്ചില്ലെങ്കിൽ അവൾക്ക് സന്ധിവാദം ഉണ്ടാവും, സന്ധി തേയ്മാനം ഉണ്ടാവും, എല്ലു തേയ്മാനം ഉണ്ടാവും എന്നുള്ളത് ആയുർവേദത്തിൻ്റെ ഒരു കൽപ്പനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രമാണമാണ്. അതിനെ അനുസരിക്കുന്നവരായിരുന്നു നമ്മളെല്ലാം. ആ സമയത്ത് പുരുഷൻ നളപാകമാണ്, ആ സമയത്ത് അടുക്കളയിൽ പുരുഷൻ കയറാം. ഇപ്പോൾ ഇതിൻ്റെ സാങ്കത്യം എന്താണെന്ന് വെച്ചാൽ ഇത് അശുദ്ധി മാത്രമല്ല, ശാരീരികമായി അവർക്ക് റിജുവനേഷന് വേണ്ടിയുള്ള സമയം കൂടിയാണ്. രക്തത്തിന് എളുപ്പം വരിക എന്ന് പറയും. രക്തം നേർമയാവുമ്പോൾ മനസ്സിൻ്റെ ഗതിവിഗതികൾ മാറും, ക്രോധം അധികമാവും, രജസ് കൂടും. ആ സമയത്ത് അവൾക്ക് ക്രോധം വർദ്ധിക്കും. ആ സമയത്ത് ഇത്രയും തിരക്കുള്ളൊരു കാനന ക്ഷേത്രത്തിൽ, ഏഷ്യയിലല്ല ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ തിരക്കും തള്ളുമായിട്ട് കഠിനമായ കാനനപാതയിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ മനസ്സ് സംഘർഷഭരിതമാവുകയാണ് ചെയ്യുക, ശരീരം കൂടുതൽ ക്ഷീണിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ അശുദ്ധി എന്നതിനുപരി അവർ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു ആർത്തവ കാലത്തുള്ള വിശ്രമം അവർ ചെയ്തു കൊള്ളണമെന്നുള്ളതാണ്. പിന്നെ മാസത്തിൽ ഒരു തവണ വരുന്ന അശുദ്ധിക്ക് വേണ്ടിയിട്ട് ബാക്കി സമയത്ത് എന്തിനാണ് അവർ ശബരിമല കയറാതിരിക്കുന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. ഇത്ര മാത്രമേ ഇതിന് പറയാനുള്ളൂ. ആ ക്ഷേത്രത്തിലെ, ആ കാനന ക്ഷേത്രത്തിലെ അയ്യപ്പസ്വാമിയുടെ യോഗപട്ടബദ്ധിതനായിട്ടുള്ള ബ്രഹ്മചാരി ഭാവത്തിന് അത് യുക്തമല്ല എന്ന് തോന്നിയെങ്കിൽ അതങ്ങനെയല്ല ഇങ്ങനെയാക്കണമെന്ന് പറയാൻ രാജീവർക്കോ വിദ്യാസാഗറിനോ ശംഖുവിനോ അധികാരമില്ല. ആ ദേവതയുടെ വ്യക്തിഭാവത്തിന് താത്പര്യം നോക്കണം. എൻ്റെ വീട്ടിലേക്ക് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ഗൃഹനായകൻ എന്ന നിലയ്ക്ക് ഞാനാണ് തീരുമാനിക്കുന്നത്. നാട്ടുകാർ കൂടിയിട്ട് പറയുകയാണ്, അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് എന്തുകൊണ്ട് ഇന്ന ആൾക്കാർ കയറിക്കൂടാ, ഞങ്ങൾ ഓട് പൊളിച്ച് കയറ്റുമെന്ന് പറയുമ്പോൾ അതെൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യലാണ്, എന്നോടുള്ള വിശ്വാസമല്ല.
അപ്പോൾ വിശ്വാസിനികളായ ഒരു സ്ത്രീയും ചോദിക്കാത്തൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് കയറ്റണില്ല? ഏത് ക്ഷേത്രത്തിലും പോവാം, ആർത്തവകാല സമയത്ത് പോവാറില്ല, പക്ഷേ ഏത് ക്ഷേത്രത്തിലും സ്ത്രീക്ക് കയറാം. മാത്രമല്ല ആറ്റുകാലിൽ സ്ത്രീകൾ മാത്രം നടത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊങ്കാല. ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലത്ത്, ഇടക്കാലത്ത് പറഞ്ഞിരുന്നു, എന്തിനാ ഇപ്പോൾ റോട്ടിൽ ഇത്രയൊക്കെ കൂട്ടിയിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നത്, മാസാമാസം കുറച്ച് വരുമെന്ന് ഇട്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം? ഇത്തരം സവിശേഷമായ ഹിന്ദുധർമ്മത്തിന് മാത്രം അവകാശപ്പെടാവുന്ന വർണ്ണാഭമായിട്ടുള്ള ചടങ്ങുകൾ ഇല്ലാതാക്കുക. നമ്മുടെ ആ ഒരു വൈവിധ്യത്തെ നമ്മളൊരു മഴവില്ല് പോലെ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഇഷ്ടപ്പെടാത്ത ഏകശിലാകൃതമായ വികൃത മുഖങ്ങളുള്ള ചില മതങ്ങൾക്കും ചില ലോബികൾക്കും താല്പര്യം നമ്മൾ കേവലം അമൂർത്തനായ ഈശ്വരനെ ആരാധിച്ചാൽ മതി എന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. വിവിധങ്ങളായ ഒരു ഗണപതിയല്ല, 64 ഗണപതിയെ പറയുന്നുണ്ട്. ഒരേ ഗണപതിയെ 64 തരത്തിൽ ആരാധിക്കുന്നുണ്ട്. അതിനൊക്കെ ഓരോ നിയമമുണ്ട്. അതുപോലെ അയ്യപ്പനും ഒരു വലിയ ആചാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ ഇരിക്കുന്നത്. അച്ചൻകോവിലിലെ അയ്യപ്പൻ തന്നെയാണ്, പക്ഷെ അതിന് വ്യത്യസ്ത ഭാവമാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം ആർത്തവമല്ലാത്ത സമയത്ത്. ഇവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ആചാര വൈവിധ്യം നിലനിൽക്കണം. ഇതൊരു കാനന സൗന്ദര്യം, കാന്താര ഭംഗിയുള്ളതാണ്. ഇതിനൊരു പൂന്തോട്ടമാക്കി വെട്ടി ഒരുക്കി ചൂടേറ്റരുതെന്നുള്ളതാണ് സമൂഹത്തിൻ്റെ കൽപ്പന. ഇത് ലംഘിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് അയ്യപ്പസ്വാമിയിലുള്ള വിശ്വാസമല്ല ഇവർ സംരക്ഷിക്കുന്നത്. ഇവർ അയ്യപ്പനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ആക്ടിവിസം കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അയ്യപ്പസ്വാമിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അയ്യപ്പൻ്റെ ഹിതം എന്താണോ അത് നടപ്പിലാക്കലാണ് എന്നത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യം. അതിൽ ശുദ്ധാശുദ്ധവാദത്തെക്കാൾ ഉപരി വിശ്വാസവും അവിശ്വാസവും നമ്മളെ ധർമ്മസമരമാണ്. അതിൽ അവിശ്വാസികളാണ് പറയുന്നത് ഞങ്ങൾ ഏത് വിധേനയും ഈ അയ്യപ്പൻ്റെ ഇംഗിതത്തെ തകർക്കുമെന്ന്. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ നിശ്ചയിക്കുന്നതല്ലാതെ നീ നിശ്ചയിക്കുന്ന നിയമം നടപ്പാക്കാനുള്ള ഒരു വ്യഗ്രത എന്ന് പറയില്ലേ, അത് വലിയ ആശയക്കുഴപ്പത്തിന് നയിക്കും. ഇപ്പോൾ സമരം നമ്മൾ ശാന്തമായിട്ടാണ് നടത്തുന്നത്. മരണത്തിന് പോലും തോൽപ്പിക്കാനാവാത്ത അത്ര വലിയ ഇച്ഛാശക്തി അയ്യപ്പൻ ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ട്. അതുകൊണ്ട് കൊന്നാൽ പോലും അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്താൻ നമ്മൾ സമ്മതിക്കില്ല. അതാണ് എൻ്റെ കാര്യം. അയ്യപ്പ ശരണം. വീണ്ടും ഒരിക്കൽ കൂടി ഗോപകൃഷ്ണൻ സാറിലേക്ക് വരികയാണ്. ഈ അശുദ്ധി എന്ന പദപ്രയോഗം തന്നെ അവിടെ അങ്ങേക്കും തരികയാണ്. ആ പദപ്രയോഗത്തിനൊരു വിശദീകരണം, അതായത് കൂടുതലും അത് ഇപ്പോൾ തന്നെ കുറേയേറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ അങ്ങയിൽ നിന്നുകൂടി അത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് സ്ത്രീകൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട, ആ വാക്കിൽ നിന്ന് ഉള്ള അശുദ്ധി തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ പദപ്രയോഗത്തിൻ്റെ ഒരു വിശദീകരണം ചോദിക്കുന്നത്. ഭഗവത്ഗീതയുടെ 17-18 അധ്യായങ്ങളിൽ സത്വരജസ് തമോ ഗുണങ്ങളെക്കുറിച്ച് അതിഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങൾ 3 വാക്കുകൊണ്ട് അവസാനിക്കുന്നില്ല. സാത്വിക ഭക്ഷണം, രാജസിക താമസിക ഭക്ഷണം, സാത്വിക ചിന്ത, രാജസിക താമസിക ചിന്ത, സാത്വിക ലക്ഷ്യം, രാജസിക താമസിക ലക്ഷ്യം. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ചിലത് വേണം. ഒരു രാജാവിന് രാജസീകമായിട്ടുള്ള ചിന്തയും വേണം, രാജസീകമായിട്ടുള്ള ലക്ഷ്യവും വേണം. കാരണം അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ളതാണ്. അതേ സമയത്ത് വേദം പഠിച്ച വ്യക്തിക്ക് രാജസീകമോ താമസികമോ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. ഈ രാജസിക ഗുണം വരുമ്പോഴാണ് ഈ അത്യാഗ്രഹവും വാശി വരുന്നത്. അത് സാത്വിക കർമ്മം നടത്തുന്നവർക്ക് യോജിച്ചതല്ല, താമസിക കർമ്മം നടത്തുന്നവർക്കും യോജിച്ചതല്ല. ഇപ്പോൾ ശ്രീരാമൻ കാട്ടിലൂടെ പോകുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ശ്രീരാമൻ കാട്ടിലൂടെ പോയ ക്ഷത്രിയന് അവിടെ ലഭ്യമായതെന്തോ അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമൻ കഴിച്ചാൽ പിന്നെ എനിക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ശ്രീരാമൻ വേറെയും ചെയ്തിട്ടുണ്ട്, അവസാനം ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേരെ കഴിച്ചോളാൻ പറയാം. അപ്പോൾ ശ്രീരാമൻ ചെയ്ത രീതിയിലാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ ചെയ്യാം. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് സാത്വികമാണ്. ആര് പോകുന്നതും സാത്വികമാണ്. അപ്പോൾ സാത്വിക ഭക്ഷണം, സാത്വിക ശരീരം, സാത്വിക മനസ്സ്, സാത്വിക ചിന്ത. ഈ സാത്വികം എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ചിന്തകളെയാണ് സാത്വികം എന്ന് പറയാം. സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസിനെയാണ് സത്യം എന്ന് പറയുക. ധർമ്മം, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. ധർമ്മത്തിൻ്റെ ഇംഗ്ലീഷ് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ഒരു വാക്കല്ല, 3 വാക്കാണ്. അപ്പോൾ സാത്വികമായിട്ടുള്ളത്, ഒറിജിനലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ക്ഷേത്ര ദർശനത്തിനുള്ള ആ ചടങ്ങിൽ വേണ്ടത് ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ചിലപ്പോൾ നാരായണ ഗുരുദേവൻ ഒരെണ്ണം കൂടി ചേർത്തിട്ടുണ്ട്, കുടുംബശുദ്ധി. അപ്പോൾ ആദ്യത്തെ 5 എണ്ണം മനസ്സ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കിയിട്ടേ പോകാവൂ. അസതോ മഹാസദ്ഗമയ. നമ്മുടെ ശരീരത്തെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, ശരീരം, നമ്മൾ കഴിക്കുന്ന ആഹാരം, യതോ അന്ന തതോ മനഃ.
ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ കഴിച്ചിരിക്കുന്നത് അതേ തരത്തിലുള്ള മനസ്സാണ് നമുക്ക് ഉണ്ടാവുക. ശരിക്കും പ്രൊഫസർ വിൻബർഗ് എന്ന് പറയുന്ന വ്യക്തി 64 കരടി, സിംഹം, പുലി തുടങ്ങിയവയെ തൻ്റെ ആ കാലിഫോർണിയയിലുള്ള വലിയ പറമ്പിൽ വെച്ചിട്ട് ഇഡ്ഡലിയും സാമ്പാറും ദോശയൊക്കെ കൊടുത്തു. സിംഹം, കരടി, പുല 65 ദിവസം കഴിഞ്ഞപ്പോൾ അത് വളരെ സാത്വികമായിട്ടുള്ള രീതിയിൽ തായ്ലാൻഡിലെ നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം 40ഉം 50ഉം പുലികളുള്ള ആശ്രമത്തിൽ പുലിയുടെ പുറത്ത് കിടക്കുന്ന ബുദ്ധസന്യാസിമാരെ കാണാം. ആര് വന്നാലും പുലിയൊന്നുമില്ല. കാരണം യഥോ അന്ന തഥോ മനഃ. അപ്പോൾ അന്നശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, ഈ 5 ശുദ്ധിയാണ്. ശുദ്ധം ശുദ്ധേന സാമ്ന ശുദ്ധ ഇരുദ്ധർവാ വൃദ്ധാംശം ശുദ്ധ ആശീർവാൻ മമതു ഇന്ദ്രശുദ്ധോ ഹിനോരയും ശുദ്ധോ രത്നാനി ദാശുഷേ ശുദ്ധോ വൃത്രാണി ജിഗ്നതി. കംപ്ലീറ്റ് ശുദ്ധമായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് അമ്പലം. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അമ്പലത്തിൽ പോയേ മതിയാവുന്നൊന്നും ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ലല്ലോ. രാമായണം വായിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിട്ടില്ല, വേദം പഠിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ പോവുക, വേണ്ടെങ്കിൽ പോകണ്ട. പോകുന്നു എങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. അത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളാന്ന് നോക്കുക. നിങ്ങളുടെ പാപം ഇറക്കി വെക്കാനല്ല അമ്പലത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ പുണ്യം ഓവർലോഡ് ചെയ്യാനല്ല അമ്പലത്തിൽ പോകുന്നത്. ഇത് രണ്ടും whenever the system in equilibrium is disturbed, the God will adjust itself in such a way that effect of the disturbance will be nullified എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ ഗോഡിന് റോളില്ല. The system will adjust itself in such a way that effect of the disturbance will be nullified. സതുദ്ദേശത്തോടു കൂടി നോക്കിയാലേ ഇത് കാണുള്ളൂ. ദുരുദ്ദേശത്തോടു കൂടി നോക്കിയാൽ എല്ലാം നെഗറ്റീവേ കാണുള്ളൂ. അതുകൊണ്ട് നല്ല പഞ്ചശുദ്ധിയും ശരീരശുദ്ധിയൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇവിടെ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. കഥാരൂപത്തിലും ചരിത്ര രൂപത്തിലും ശ്രീരാമനും സീതയും പിണ്ടം കൊടുക്കുമ്പോൾ സീത മെൻസസ് ആയിരുന്നു, ദൂരെ വെച്ച് കൊടുത്ത പിണ്ടം ദശരഥൻ അതാ സ്വീകരിച്ചത്. ശുദ്ധത്തോടുകൂടി ശ്രീരാമൻ ചെയ്തതല്ല സ്വീകരിച്ചത്. അങ്ങനെയുള്ള അനുഭവ അല്ലെങ്കിൽ കഥയിലൂടെ കാര്യങ്ങൾ നല്ലോണം വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ നല്ലൊരു മനസ്സ് വേണം. ദുഷ്ട മനസ്സ് വെച്ചിട്ട് എങ്ങനെ പോയാലും ശരി ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സന്യാസിമാർ പ്രവേശിക്കാൻ പാടില്ല. സന്യാസിമാർ മോശക്കാരായതുകൊണ്ടല്ല, സന്യാസിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഒരു കുറവ് ഭാരതീയ സംസ്കൃതിയിൽ കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ടല്ല. പക്ഷെ ആ ക്ഷേത്രത്തിൻ്റെ ചിട്ട അതല്ല. മോക്ഷം കാക്ഷിക്കുന്ന ഒരാൾക്ക് പോയിട്ട് അവിടെ നിന്നൊന്നും മേടിക്കാനില്ല. കാരണം അത് മോക്ഷപ്രദായകനായിട്ടുള്ള സുബ്രഹ്മണ്യനല്ല. അവിടെ എന്താ പറയുക ഭൗതികമായിട്ടുള്ള ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടുത്തെ പദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അബദ്ധവശാൽ ഒരു സന്യാസി കയറി എന്ന് വിചാരിക്കുക, എന്താ ചെയ്യുക? അവിടെയും ചെയ്യുക പുണ്യാഹാണ്, അവിടെയും ചെയ്യുക ശുദ്ധിയാണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചിട്ടവട്ടം എന്താണോ ആ ചിട്ടവട്ടം തെറ്റിയാൽ അതിനെ പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് ശുദ്ധി. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് പെട്ടെന്ന് കുട്ടി കയറി വന്ന് എന്താ ചെയ്യുക? ഷൂട്ടിംഗ് നിർത്തി വയ്ക്കും, കുട്ടീനെ എടുത്ത് പുറത്തേക്ക് ആക്കും, ആ ഷൂട്ട് ചെയ്തിട്ടുള്ള റീല് അല്ലെങ്കിൽ ആ ഫുട്ടേജ് കട്ട് ചെയ്ത് കളയും, ആദ്യം തൊട്ട് തുടങ്ങും. ശുദ്ധിയാണ്. കുട്ടി വളരെ വേണ്ടപ്പെട്ടവരാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കുട്ടിയെ മാറ്റി നിർത്തി ഒന്നും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പദ്ധതിയിൽ അത് അശുദ്ധിയാണ്. അപ്പോൾ അത് ശുദ്ധീകരണം വേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ പദ്ധതി. തീർച്ചയായിട്ടും ചർച്ച ആരംഭിച്ചത് യുവതീ പ്രവേശനത്തിലൂടെ, അതായത് യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയതിലൂടെ ആരെങ്കിലും വിജയിച്ചോ ആരെങ്കിലും പരാജയപ്പെട്ടുവോ എന്നാണ്. ഇതിന് ഭക്തർക്ക് ഉള്ളൊരു മറുപടി ഇതാണ്: വിജയവും പരാജയവും ഉണ്ടാകുന്ന യുദ്ധത്തിലാണ്. ഇവിടെ നമ്മൾ നടത്തുന്ന ഒരു യുദ്ധമല്ല, സാധനയാണ്, ഉപാസനയാണ്. ആ ഉപാസനയിൽ നമുക്ക് വേണ്ടത് നിഷ്ഠകളെ അറിയുവാനുള്ള ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മശുദ്ധി എന്ന ഒന്ന് മാത്രമാണ് നമുക്ക് കൈമുതലായി വേണ്ടത്. ശബരിമലയിലേക്ക് പ്രവേശിക്കുവാൻ ഓരോ ഭക്തരും എന്തൊക്കെ നിഷ്ഠകൾ കരുതണമെന്ന് അയ്യപ്പൻ കൽപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ അയ്യപ്പ ഭക്തൻ ആ നിഷ്ഠകൾക്കനുസരിച്ചേ ശബരിമലയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ഓർക്കുക, പുരുഷനായാലും സ്ത്രീ ആയാലും ആ നിഷ്ഠകളെ മറികടന്നുകൊണ്ടാണ് അവിടേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആത്മശുദ്ധിയില്ല, അവിടെ അശുദ്ധി തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കുക.